ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ ജംഷീൻ്റെ അടുത്ത സുഖവാസമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെരുക്ക് പോകുന്നതാ. രാവിലെ എണിച്ചിട്ട് വരുമ്പോൾ തന്നെ ജംഷി നല്ല അരിപ്പിട്ടും നല്ല കടലക്കറിയാക്കി ഞാൻ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പണിയെടുക്കാൻ എന്ത് തോന്നിട്ടാ ബീയെ കെട്ടുമുട്ടെല്ലാം കെട്ടി. ഇന്ന് എല്ലാവരും ഒരു ദിവസം പുരയിൽ കൂടെ അതിലെല്ലാവരും പെരുക്ക് വന്നതാ. ജംഷി വന്നിട്ടാണ്, ജംഷിക്ക് ഓർഡർ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ജംഷീൻ്റെ ഒക്കെ പെരുക്ക് വന്നു. വെൽക്ക് വരുമ്പോൾ കാറ് കുറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ നമ്മൾ എല്ലാവരും ജംഷീൻ്റെ കാറിൽ തന്നെ പോയത്. യാ റഹ്മാനെ, തിക്കിയിട്ട് പിസ്കിയിട്ട് മറ്റേ KSRTC ബസ്സിൽ കൊണ്ടുപോകുന്നൊക്കെ ബെൽച്ചുകൊണ്ട് പോയത് പിള്ളമാരെല്ലാം പിള്ളമാർ ഡിക്കിയിലിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഡിക്കിലിരിക്കുന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ പിള്ളമാരെല്ലാം വൈലൻ്റ് ആവാൻ തുടങ്ങി. ചൂടെടുത്തിട്ട് കഴിയുന്നില്ല, പിസ്കിയിട്ട് കഴിയുന്നില്ല, അങ്ങനെ ഇങ്ങനെ മറ്റൊന്നിട്ട് അൽഹംദുലില്ലാ. അങ്ങനെ ജംഷി എങ്ങനെ വരാൻ രാവിലെ ചാടിച്ചിട്ട് എന്നെ വരാൻ ബിസി പറഞ്ഞിട്ട് മുണ്ടിയിട്ട് നമുക്ക് ഇടുക്കെത്തുമ്പോൾ ഏകദേശം 12:30 മണി കഴിഞ്ഞു. അപ്പോൾ ഫുഡ് മെനിക്കണി പോയിട്ടായിട്ട് തന്നെ ഫുഡ് ആക്കണ്ട എന്നിട്ട് നല്ല പള്ളിക്കറി നെയ്ച്ചോറ് വരുമ്പോൾ തന്നെ മെനിക്കൊണ്ട് ഞാൻ അങ്ങനെ എത്തിയ പാട് പിള്ളമാർക്കെല്ലാം ഇട്ടിട്ട് കൊടുത്ത്. പിന്നെ നേരെ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് എല്ലായിട്ട് ഉറങ്ങി. കുറേ ദിവസത്തെ 2-3 ദിവസത്തെ ഉറക്ക് ബാക്കിയുണ്ട്. അങ്ങനെ പാങ്ങലെ ബൈട്ടോളം ഉറങ്ങാൻ കിടന്നു. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണിച്ചിട്ട് വരുന്നുണ്ട്. ഇത് ചായക്ക് എന്ത് കൂട്ടുന്നത് എന്നിട്ട് പിള്ളമാരെല്ലാം ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അത് വേണ്ട ഇത് വേണ്ട. ഈ അടുത്ത് ഷോപ്പായെങ്കിൽ എന്തോ ഒരൽമ്പാവേ ഇല്ല, നമ്മൾ ഉള്ളത് അഡ്ജസ്റ്റ് ആക്കി. ഇതാ ഷോപ്പിൽ അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് എന്നിട്ട് പിള്ളമാർ ഓരോരിക്കും വന്നിട്ട് ഓരോന്ന് ചെല്ലുന്നുണ്ട്. അതാവും ഇതാവും എന്നിട്ട് ഞാൻ ഇല്ല നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ചായക്ക് ചൂട് ചായക്ക് മേരി ബിസ്ക്കറ്റ് നമുക്ക് അതന്നെ സ്വർഗ്ഗമൊന്നുമില്ല. അങ്ങനെ ഏട്ടത്തിയല്ല ഈ പിള്ളേർക്ക് വേണ്ടത് മെയിൻ കൊടുക്കാൻ എന്നിട്ട് മറ്റേ മാൾക്കിസ്റ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ട് അതിന് 2 ഫ്ലേവറിലുള്ളത്. അങ്ങനെ ഓരത് മുക്കിയത് നമുക്ക് ഇഷ്ടമില്ലാത്ത ബിസ്ക്കറ്റാണ് ഇത്. അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഞാൻ മേരി ബിസ്ക്കറ്റ് മുക്കിയിട്ട് ചായ കുടിച്ച്. അങ്ങനെ അപ്പളേക്കാകുമ്പോൾ വരി വല്ല വാങ്ങെടുത്തിട്ട് മോന്തിയായി. മഴ തിമർത്ത് പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വാശിയിൽ പെയ്യുന്നുണ്ട്. ഈ വാട്സപ്പിൽ എന്തില്ലേ നമ്മൾ ഒരിക്കലും ഫുഡിൻ്റെ ആളെ നമ്പർ സേവ് ആക്കിയിട്ടൊക്കെ അങ്ങനെ ഈ മഴയെല്ലാം പേരുമ്പോക്കില്ലേ ആസാന്ന് അത് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയില്ല. അങ്ങനെ ഒരു മരി പോലെ നിസ്കരിച്ചിട്ട് റിക്ഷ വന്ന് എല്ലാവരും വന്ന് നോക്കുമ്പോൾ ലാമിൻ്റെ അവർക്ക് വർക്ക് കഴിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ നഷിബാവ് ലാമി ലേറ്റായി എന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുക എന്നിട്ട് വന്നതാണ്. അപ്പോഴേക്ക് റൈക്ക് കുറേ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായി. അതിൻ്റെ പണിയിൽ തിരക്കിലുണ്ടായി. മാഷാ അല്ലാ കുറേ വലിയ ഓർഡറും തോന്നുന്നു. ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഫോണാക്കാൻ കിടന്നു. അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ റൈനോട് എന്ത് ഫുഡ് ആക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ റൈലി ഫുഡ് ആക്കണ്ടാന്ന് ചെലീന് അജ്ജു വരുമ്പോൾ കൊണ്ടുപോകുന്നു. അങ്ങനെ അജ്ജു വരുമ്പോൾ നല്ല ചൂട് പൊറോട്ടയും അന്തിച്ചാൻ്റെ കീമക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായി. മാഷാ അല്ലാ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ റയ്യുതാ കേക്കെല്ലാം അപ്പോഴേക്കൾക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി പണി കാലത്ത് എടുക്കാൻ നിൽത്തി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ആക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാത്ത